ഭർത്താവിൻ്റെ കൂടെ ഗൾഫിൽ കുറച്ചു കാലമായി നിൽക്കുന്ന ഒരു സഹോദരിയുടെ ചോദ്യമാണ്. ഭർത്താവിൻ്റെ വീട്ടുകാർ നാട്ടിലുള്ള സമയത്തായാലും ഇവിടെ ആയാലും എൻ്റെ കാര്യങ്ങളൊന്നും വിളിച്ച് അന്വേഷിക്കാറില്ല. ഞാൻ എപ്പോഴും അങ്ങോട്ട് വിളിക്കണം. അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ പരാതിയുമാണ്. ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്താൽ മാത്രമേ അവരെ കിട്ടുകയുള്ളൂ. മിസ്ഡ് കോൾ കണ്ടാൽ പോലും ഇങ്ങോട്ട് വിളിക്കില്ല. ഇപ്പോൾ അതിലും അധികമാണ് അവസ്ഥ. ഞാൻ എൻ്റെ കുടുംബ ബന്ധം നിലനിർത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ അങ്ങോട്ട് വിളിക്കും, നല്ല രീതിയിൽ സംസാരിക്കും. ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിൽ വളരെ മടുപ്പാണ് അവരെ വിളിക്കുന്നത്. പക്ഷേ വളരെ താല്പര്യക്കുറവോടുകൂടിയാണ് ഇപ്പോൾ അവരെ വിളിക്കാറ്. പക്ഷെ വിളിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ സംസാരിക്കും. എൻ്റെ ചോദ്യം ഇതാണ്: ഇങ്ങനെ താല്പര്യമില്ലാതെ വിളിക്കുന്നതിൽ ഇസ്ലാമികപരമായി തെറ്റുണ്ടോ? ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് മനസ്സിൽ താല്പര്യം കുറഞ്ഞത്. നമ്മളിപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സഹോദരിമാരുടെ നിഷ്കളങ്കതയെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. കാരണം ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട മിനിമം അവകാശം പോലും, അതായത് ഗൾഫിലായി നാട്ടിൽ നിൽക്കുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ അവർ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവർ ഭർത്താവിൻ്റെ കൂടെ ഗൾഫിലാണ്. ഭർത്താവിൻ്റെ വീട്ടുകാരെ വിളിച്ചിട്ടില്ലെങ്കിൽ വീട്ടുകാർക്ക് പരാതിയാണ്. എന്നാൽ വിളിച്ചാൽ അവർ മിസ് കോൾ തിരിച്ചു വിളിക്കും. ഭർത്താവിൻ്റെ വീട്ടുകാരെ വിളിക്കുന്നതിനെ പറ്റി പറഞ്ഞത് അതിലിപ്പോൾ നമുക്ക് വലിയൊരു പ്രശ്നത്തിൻ്റെ കാരണമില്ല. അതെന്താണെന്ന് വിചാരിച്ചാൽ അവരുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളായി എന്നുള്ളത് കൊണ്ടുള്ളൊരു ബന്ധമാണ് അവർക്കുള്ളത്. അപ്പോൾ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ നല്ല നിലക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പോൾ പക്ഷേ സ്വാഭാവികമായും എന്താ വെച്ചാൽ ആ ബന്ധങ്ങൾക്ക് അവർ താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വളരെ ബുദ്ധിമുട്ടി ഇടങ്ങേറായി എന്ത് ചെയ്യേണ്ട, ബന്ധവിച്ഛേദം വേണ്ട, ബന്ധം ഒഴിവാക്കണ്ട. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ മാതാപിതാക്കളെയും ആളുകളെയൊക്കെ നമ്മൾ എത്ര പിണങ്ങിയാലും ആ ബന്ധം നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന പോലെ നമ്മൾ കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ തൻ്റെ മകൻ്റെ ഭാര്യ എന്നുള്ള നിലക്ക്, ഒരു മരുമകൾ എന്നുള്ള നിലക്കുള്ള ഒരു സ്നേഹം അല്ല ഇവരോടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ അവരെപ്പറ്റി അങ്ങനെ വലിയൊരു സ്നേഹവും വാത്സല്യവും ബന്ധമൊന്നും ഇല്ലാത്ത ആളുകളാണ് അവരെങ്കിൽ ഇവരെപ്പോഴും വിളിക്കുമ്പോൾ അത് അവർക്കൊരു ശല്യമാവാനല്ലേ സാധ്യത. ഇപ്പോൾ നമ്മളിപ്പോൾ വാപ്പി ഇമ്മയാണെങ്കിൽ നമ്മൾ വിളിച്ചില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവരിങ്ങോട്ട് വിളിച്ച് നമ്മൾ വിളിക്കണം. നേരെ മറിച്ച് നമ്മളൊരു വിവാഹത്തിലൂടെ ഉണ്ടായൊരു ബന്ധമാണ്. ആ ബന്ധം അവർ സ്ഥാപിക്കുന്നതിനനുസരിച്ചാണ് ആ ബന്ധത്തിൻ്റെ വില. അവരൊരു മരുമകളായി കാണുമ്പോൾ അവരെ ഒരു മാതാപിതാക്കളെ പോലെ കാണാൻ എന്ത് ചെയ്യും, കഴിയും. അപ്പം അങ്ങനെ വരാതിരിക്കുമ്പോൾ അവരങ്ങനെ ഒരു ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മളൊരു പിണങ്ങാനോ തെറ്റാനോ ബന്ധവിച്ഛേദത്തൊന്നും പോകണില്ല. പക്ഷേ സ്വാഭാവികമായും അവർക്കത് ഇഷ്ടമില്ലാതെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ച് ഇടങ്ങേറാക്കി ഫോൺ വിളിച്ച് ഫോൺ എടുപ്പിച്ച് ഒക്കെ ചെയ്ത് ഇടങ്ങേറാണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഒരു സാമാന്യമായ നിലയ്ക്ക് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ അങ്ങനെ. പക്ഷെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യണം, അവരുടെ മാതാപിതാക്കളുമായിട്ടൊക്കെ ഏത് നിലക്കുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അയാൾ സംസാരിക്കുമ്പോൾ ഭാര്യൻ്റെ കാര്യം കുട്ടികളുടെ കാര്യമൊക്കെ പറയുക, നിരന്തരമായിട്ട് വിളിക്കുക. അപ്പോൾ ഭർത്താവ് വിളിക്കണ സമയത്ത് ഭർത്താവിൻ്റെ കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുക, അവർ സംസാരിക്കുമ്പോൾ ഫോണൊന്നും തരിയെന്ന് പറയാം, കുറച്ച് സമയം സംസാരിച്ച് ആ ബന്ധങ്ങളെ പുതുക്കുക. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ മതി. ഇതിൻ്റെ പേരിലൊരു ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.